സമയം ഇപ്പോൾ രാവിലെ 7:30 മണിയായിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ നേരത്തെ കാഴ്ചകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ശ്രീനഗറിലെ മംത ചൗക്കാണിത്. ഈ ഭാഗത്തായിട്ടാണ് ഞങ്ങളെ റൂം വരുന്നത്. അതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഞങ്ങളുടെ റൂമിലേക്കുള്ള വഴിയാണിത്. ദാൽ തടാകത്തിൻ്റെ വശങ്ങളിലായി ഒരു പഴയ കാശ്മീരി വീട്ടിലാണ് ഞങ്ങളുടെ താമസം വരുന്നത്. ഞങ്ങളുടെ 5 ദിവസത്തെ പാക്കേജിന് 5000 രൂപയാണ് ചാർജ് വരുന്നത്. അതിൽ താമസവും ട്രാവലിങ്ങുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഭക്ഷണവും അതുപോലെ മറ്റ് ആക്ടിവിറ്റീസുകളും ഇതിൽ ഉൾപ്പെടുന്നില്ല. അതുപോലെ ഞങ്ങളെ റൂം വരുന്നത് ബാച്ചിലേഴ്സ് റൂമാണ്. റൂമിൽ 4 ആൾക്ക് വരെ കിടക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ക്ലീൻ റൂം തന്നെയാണ്. അതുപോലെ ഫാമിലിയൊക്കെ വേണ്ടി വേറെ റൂമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കല്ലും മരവും ഉപയോഗിച്ച് നിർമ്മിച്ച പഴയ ഒരു കാശ്മീരി ബിൽഡിംഗ് നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ യാത്രയുടെ 4ാമത്തെ ദിവസമായ ഇന്ന് ഞങ്ങൾ ശ്രീനഗർ സിറ്റി കാഴ്ചയുടെ ഭാഗത്തിലേക്കാണ് പോകുന്നത്. ആദ്യമായി ദാൽ തടാകം, അതുപോലെ ഹസ്രത് ബാഗ് ഷ്രൈൻ, മുഗൾ ഗാർഡൻ, പിന്നെ ശങ്കരാചാര്യ ടെമ്പിളും ഉണ്ട്. അപ്പോൾ അത്തരം കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഒരുവിധം കാഴ്ചകളെല്ലാം ഈ ദാൽ തടാകത്തിന് ചുറ്റുമായിട്ട് തന്നെയാണ് ഉള്ളത്. ശങ്കരാചാര്യ ടെമ്പിൾ മാത്രമാണ് കുറച്ച് അല്പം അകലെ മാറി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് ഷിക്കാര റൈഡാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ ഇപ്പോൾ നല്ല വെയിലാണ്, പക്ഷേ ഇപ്പോൾ യാത്ര പോയേ പറ്റൂ. കാരണം വൈകുന്നേരമൊക്കെ വേറെ ഭാഗത്തൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ ദാൽ തടാകത്തിലെ ബോട്ടിംഗ് കാഴ്ചകളിലേക്ക് ഇറങ്ങിയതാണ്. കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു, പക്ഷേ ചെറിയ സമയം കുറവുകൊണ്ട് അതൊക്കെ അല്പം ലേറ്റായി തന്നെ എത്തി. അങ്ങനെ ഞങ്ങൾ ഭംഗിയുള്ള ദാൽ തടാകത്തിലെ കാഴ്ചകളാണ് കണ്ടു തുടങ്ങുന്നത്. ഇവിടെ കയറിയപ്പോൾ തന്നെ പല കച്ചവടക്കാരും നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ കാണുന്ന ഫോട്ടോ എടുപ്പ് മത്സരം. അങ്ങനെ ഞങ്ങളും അതിൽ ഒന്ന് വീണുപോയി. എന്തായാലും ഭംഗിയുള്ളൊരു 1-2 ഫോട്ടോ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കച്ചവടക്കാർ നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ചായ വിൽക്കുന്നതും അതുപോലെ പല ആൻറ്റിക്ക് സാധനങ്ങൾ വിൽക്കുന്നതും അതുപോലെ കുങ്കുമപ്പൂവ്, ശിലാജിത്ത്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ദാൽ ലേക്കിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ പച്ചക്കറി മാർക്കറ്റ് ഉണ്ട്. അത് രാവിലെ കുറച്ച് നേരത്തെ പോകണം. പക്ഷെ അത് ഞങ്ങൾ ഈ റൈഡിൽ ഉൾപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ഒരു മണിക്കൂറത്തെ റൈഡാണ് ഇപ്പോൾ വരുന്നത്. ഏകദേശം 9:40 അല്ലേ, 15 മിനിറ്റ് പിടിച്ചിപ്പോൾ. ഈ ദാൽ ലേക്കിൽ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ജീവിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതും കൂടെയാണ്. ഇവിടുത്തെ താമസക്കാർ അധികവും ഈ ഷിക്കാര റൈഡും അതുപോലെ ഹൗസ് ബോട്ടൊക്കെ നടത്തിപ്പുകാരാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ടുമുണ്ട്. അതിൻ്റെ പാക്കേജുകളും ആയിട്ടും കൊടുക്കുന്നുണ്ട്, അല്ലാതെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ പറ്റുമെങ്കിൽ ഞങ്ങൾ ഒരു രാത്രി ഹൗസ് ബോട്ട് സ്റ്റേ ചെയ്യാനും നോക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹുക്കയും അതുപോലെ കാവയൊക്കെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരെ കാണാം. ഈ ദാൽ തടാകം ശ്രീനഗറിലെ ഏറ്റവും വലിയൊരു ഫ്രഷ് വാട്ടർ ലേക്കാണ്. അതുപോലെ ശ്രീനഗറിലെ തന്നെ 2ാമത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയ കൂടിയാണിത്. കാശ്മീർ മലനിരകളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇതിലെ യാത്ര ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏകദേശം ഏറ്റവും വലിയ വീതി വരുന്നത് 3 കിലോമീറ്റർ മുതൽ 7 കിലോമീറ്റർ വരെയാണ് വരുന്നത്. അതുപോലെ 18 സ്ക്വയർ കിലോമീറ്ററായി വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു ലേക്ക് തന്നെയാണിത്. ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസുകൾ നമുക്കിതിൽ കാണാൻ പറ്റും. ഇതാണ് മറ്റൊരു ശിലാജിത്ത് വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണിത്. ഇവിടുന്ന് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കൂടെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒന്ന് നോക്കി വാങ്ങുന്നതൊക്കെ ആയിരിക്കും നല്ലത്. കാശ്മീരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രാവിലെ തന്നെ നല്ല ചൂടാണ് ഇവിടെ. അങ്ങനെ അവിടുത്തെ യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത യാത്രയിലേക്കാണ്. നേരെ ശങ്കരാചാര്യ ടെമ്പിളാണ് അവിടുത്തെ ലക്ഷ്യം. അവിടെ എത്തുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. ശ്രീനഗർ ടൗണിൽ നിന്നും ഏകദേശം 10-12 കിലോമീറ്റർ കയറ്റം കയറി മലമുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ശ്രീനഗർ സിറ്റിയുടെ ഭംഗിയുള്ളൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ദാൽ തടാകത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അങ്ങ് ദൂരെയായി കാണാം. അതുപോലെ സിറ്റി ഭാഗങ്ങളും നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് അകത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യ കാഴ്ച. ഇവിടെ അമ്പലത്തിൻ്റെ കാഴ്ചയും കാണാം. കാശ്മീരിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ശിവക്ഷേത്രമാണിത്. അതുപോലെ ഇവിടെ 8ാം നൂറ്റാണ്ടിൽ ആദിശങ്കര ഇവിടെ സന്ദർശിച്ചെന്നും അതുപോലെ ഇവിടെ തപസ് ചെയ്തെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഇവിടുത്തെ മറ്റൊരു പ്രധാന കാഴ്ചയാണിത്. ഇവിടെ നിന്ന് നമുക്ക് കാശ്മീരിൻ്റെ സിറ്റിയുടെ ഒരു വലിയ ഭാഗം ഇവിടേക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദാൽ തടാകങ്ങളും അതിൻ്റെ കൈവരികളുമായി നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണിത്. അങ്ങനെ ഞങ്ങളും ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. ഇവിടെ നല്ല തിരക്കാണ്, ഒരുപാട് പേർ ക്യൂ നിന്നിട്ടാണ് കയറി പോകുന്നത്. അതുപോലെ ഇവിടെ നിന്നും കയറും തോറും അതിൻ്റെ കാശ്മീരിൻ്റെ ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഒരുപാട് ദൂരത്തോളം കാശ്മീർ സിറ്റി വ്യാപിച്ച് കിടക്കുന്നതായിട്ടും കാണാം. ഇവിടെ നിന്നും ദൂരെയായി മുഗൾ ഗാർഡനായ പരീമഹൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഭംഗിയായൊരു സ്ഥലം കൂടിയാണത്. പറ്റുമെങ്കിൽ എവിടെയോ ഒന്ന് പോകണം എന്നുണ്ട്. കാശ്മീർ സിറ്റിയുടെ ഏകദേശം ഒരു പൂർണ്ണമായ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേർ ഇനിയും കയറി വരാനിരിക്കുന്നുണ്ട്. കാശ്മീർ മലനിരകളുടെ താഴ്വാരത്തായി ദാൽ തടാകവും അതിൽ കാശ്മീരി പട്ടണവും ഒക്കെ ഇവിടുന്ന് ഭംഗിയായ രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ്, എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ് ചില്ലറ ഇവിടെ വെക്കുന്നതായിരിക്കാം. ഒരുപാട് ചില്ലറകൾ ഈ കല്ലിൽ തിരികെ വെച്ചിരിക്കുന്നതായി കാണാം. അങ്ങനെ അല്പനേരത്തെ കാഴ്ചകൾക്കും ക്യൂവിനും ഒടുവിൽ ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൽ നിന്നും ഇറങ്ങി താഴേക്ക് വരുന്ന വഴിക്ക് ഇവിടെ ശങ്കരാചാര്യ തപസ് ചെയ്ത സ്ഥലം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനകത്തേക്കും ഒന്ന് കയറി നോക്കി. അങ്ങനെ അവിടുന്ന് ഭക്ഷണവും കഴിച്ച് ദാല് ചപ്പാത്തി ചോറൊക്കെ ഉണ്ടായിരുന്നു, അതും കഴിച്ച് അവിടുന്ന് പടിയിറങ്ങി. ഇനി അടുത്ത യാത്ര നേരെ ദാൽ ലേക്കിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. നേരെ നിഷാദ് ഗാർഡനിലേക്കാണ് പോകുന്നത്. കാശ്മീരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നല്ല ചൂട് തന്നെയാണ്. ഏകദേശം 32 ഡിഗ്രിയോളം ചൂടുണ്ട്. ഞങ്ങളിപ്പോൾ വന്നത് മെയ് മാസത്തിലായതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള സമയം കൂടിയാണ് ഇവിടെ ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഗാർഡൻ പരിസരത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ട്. നേരെ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 24 രൂപയാണ് ചാർജ് വരുന്നത്. അതെടുത്ത് നേരെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഗാർഡൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണെങ്കിലും പൂവുകളും അതുപോലെ വെള്ളച്ചാട്ടങ്ങളും വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് ഇവിടെ. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പം നല്ല വെയിലാണ്, അതുകൊണ്ട് നടന്ന് കാഴ്ചകൾ കാണാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഈ ഭംഗിയുള്ള കാഴ്ചകളും ഈ മലനിരകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്നും അല്പം ആശ്വാസം കിട്ടുന്നുണ്ട്. പല തട്ടുകളായിട്ടാണ് ഈ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദാൽ ലേക്കിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും. 12ഓളം തട്ടുകളായിട്ടാണ് ഈ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 47 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ഗാർഡൻ തന്നെയാണിത്. ഈ മലമുകളിൽ നിന്നും വരുന്ന വെള്ളം ഉപയോഗിച്ചാണ് ഇവിടെ വാട്ടർ ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 12 തട്ടുകളായി വളരെ ഭംഗിയിലും നല്ല രൂപകൽപ്പനയൊക്കെ ചെയ്ത് 1633 ഇത് നിർമ്മിച്ചത്. മുഗൾ ഭരണാധികാരിയായിരുന്ന ആസിഫ് ഖാനാണ് ഇത് നിർമ്മിച്ചത്. ഇവിടുത്തെ ഗാർഡൻ വിസിറ്റ് ചെയ്യാനുള്ള പ്രധാന സീസൺ വരുന്നത് മാർച്ച് മുതൽ ഏകദേശം ജൂൺ വരെയാണ്. ആ സമയത്തൊക്കെയാണ് ഇങ്ങനെ ഫ്ലവർ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുക. ഞങ്ങളുടെ യാത്രയുടെ 4ാമത്തെ ദിവസമാണിന്ന്. ആദ്യത്തെ ദിവസം ഗുൽമർഗ്, സോൻമാർഗ്, പെഹൽഗാം, അതുപോലെ ഇന്ന് 4ാമത്തെ ദിവസം ഇവിടെ കാശ്മീർ സിറ്റി ടൂറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഷാലിമാർ ഗാർഡനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ടിക്കറ്റ് എടുത്തു 24 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. ഇത് ദാൽ ലേക്കിൽ നിന്ന് ഏകദേശം 1-2 കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അല്പം തിരക്ക് കുറവാണ്. നിഷാദ് ഗാർഡനെ അപേക്ഷിച്ച് അല്പം തിരക്ക് കുറവാണ് ഇവിടെ.
ഇവിടെ ഒന്നാമത് തിരക്ക് കുറയാൻ കാരണം ഇവിടെ പല റിനോവേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. നമുക്കതിൻ്റെ പരിപാടികൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 1619 ജഹാംഗീർ ചക്രവർത്തിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 31 ഏക്കറിലായി വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു ഏരിയ തന്നെയാണിത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന നിർമ്മിതിയാണിത്, മാർബിൾ പവലിയനാണിത്. ഇവിടെയും വർക്കുകൾ നടക്കുന്നതിൻ്റെ ഭാഗമായി വാട്ടർ ഫൗണ്ടനൊക്കെ വർക്ക് ചെയ്യുന്നില്ല. വളരെ ഭംഗിയുള്ളൊരു നിർമ്മിതി തന്നെയാണിത്. പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ വൃത്തികേടായി കിടക്കുകയാണ്. ഇനിയും ഒരുപാട് പണികൾ നടക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അകത്ത് പല ഭാഗത്തായി പെയിൻറ്റിങ്ങുകളും അതുപോലെ കല്ലുകളൊക്കെ ഇളകിയ നിലയിലൊക്കെയാണ് കിടക്കുന്നത്. അതുപോലെ പലതും പേരൊക്കെ എഴുതി വൃത്തികേടാക്കിയിട്ടുണ്ട് ചുമരിലൊക്കെ. ഇവിടെയൊക്കെ വൈകുന്നേരമൊക്കെ വന്നിട്ടാണ് കാഴ്ചകളൊക്കെ കാണേണ്ടത്. പക്ഷേ ഞങ്ങൾ സമയക്കുറവൊക്കെ കാരണം നമുക്ക് ഈ സമയത്ത് തന്നെ വരേണ്ടി വന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം അടുത്ത് തന്നെയുള്ള ഹസ്രത്ത് ബാൽ ഷെറൈനിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ഇവിടെ പള്ളി ആദ്യമായി നിർമ്മിക്കുന്നത് 16-ാം നൂറ്റാണ്ടിൽ ഷാജഹാൻ്റെ ഗവർണറായിരുന്ന സയ്യിദ് ഖാനായിരുന്നു. പിന്നീട് വീണ്ടും പുതുക്കി പണിത് 1979 ഔറംഗസീബ് എഴുതി തീർത്ത ഒരു ഖുർആനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മുഹമ്മദ് നബിയുടെ തിരികേശം ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചില പ്രധാന ദിവസങ്ങളിലും നബിദിനത്തിനുമൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിക്കപ്പെടും. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു മാർക്കറ്റുണ്ട്. അത്യാവശ്യം ഫുഡും ഒക്കെയുള്ള നല്ലൊരു ഏരിയ തന്നെയാണ്. അതുപോലെ ആൻറ്റിക് ഉപകരണങ്ങളും അങ്ങനെ ഒരുപാട് കാശ്മീർ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു നല്ല മാർക്കറ്റ് തന്നെയാണ്. ഞങ്ങൾ അവിടെയും കുറച്ചു നേരം സമയം ചെലവഴിച്ചു. അങ്ങനെ പള്ളിയുടെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ വന്നത് ലാൽ ചൗക്കിലേക്കാണ്. ഇവിടെ അത്യാവശ്യം പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഏരിയ കൂടിയാണിത്. ഇവിടെ കാശ്മീരി ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇതുപോലെ സാഫ്രോണും അതുപോലെ പശ്മിന ഷാളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറിജിനൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ ഇവിടെ വലിയ കടകളുമുണ്ട്. അതുപോലെ ഈ ഫുട്പാത്തിൽ വെച്ച് വെക്കുന്ന ചെറിയ കടകളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് ദാൽ ലേക്കിൻ്റെ ഭാഗത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ കാശ്മീരി ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇന്നലെ മെഞ്ഞാന്നൊക്കെ ഈ ഫുഡൊക്കെ കഴിച്ചിരുന്നു. എന്നാലും അങ്ങനെ ഇന്നും ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ മമത ചൗക്കിനടുത്ത് തന്നെയുള്ള ഒരു സ്ട്രീറ്റിലേക്കാണ് വന്നത്. അങ്ങനെ അവിടുന്ന് റോഗൻ ജോഷും അതുപോലെ ഒരു മട്ടൻ കറിയാണ് അവിടുത്തെ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളത്തെ യാത്ര വരുന്നത് ദൂത് പത്രിയിലേക്കാണ്. അപ്പോൾ കാശ്മീരിൻ്റെ മുൻപുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഡ്രീംസ്.